അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷായ നവാബി ഷമായി. അപ്പോൾ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പാൻ ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചൂടായ നെയ്യിലോട്ട് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കണം. ഫ്രൈ ആയിട്ട് വന്ന കശുവണ്ടിയിലേക്ക് നമുക്ക് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലോട്ട് ഒരു 300 ഗ്രാം റോസ്റ്റ് ചെയ്ത വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. വെർമിസെല്ലി റോസ്റ്റ് ചെയ്തതാണ് ഓൾറെഡി, എന്നാലും നമുക്ക് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നാലേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും, കുറച്ച് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത വെർമിസെല്ലിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് കഴിയുമ്പോൾ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൂടുതൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റർഡ് പൗഡർ ചേർക്കുന്നില്ലെങ്കിൽ കോൺഫ്ലവർ മാത്രം ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടും കസ്റ്റർഡിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അതുകൊണ്ട് കസ്റ്റർഡ് പൊടി 2.5 ടേബിൾ സ്പൂണ്, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയിലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 100 ml അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. ഇനി പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെർമിസെല്ലി ചേർത്ത് മിൽക്ക് മെയ്ഡിൻ്റെ ബാക്കിയില്ല, അത് ഒരു 1/2 കപ്പ് അളവിൽ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി തിളച്ച് വന്ന ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ സ്വീറ്റിന് വേണ്ടിയിട്ടുള്ള
നല്ല ക്രീമി ആയിട്ടുള്ള പാലും കൂടി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വെർമിസെല്ലി കൈകൊണ്ട് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ ഒന്ന് റെഡിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ലെയറാക്കിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒഴിച്ച് വെച്ച് ഈ ക്രീമിൻ്റെ മുകളിലേക്കും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കൂടി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ഇത് തണുപ്പിക്കാണ്ട് ചൂടോടെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നല്ലൊരു മെൽട്ടായിട്ട് കിട്ടും ക്രീമൊക്കെ. ഒന്ന് തണുപ്പിച്ച് കഴിയുമ്പോൾ നല്ല ഒരു പുഡിങ്ങിൻ്റെ ഒരു ഇതിലാണ് ഇത് സെറ്റായി കിട്ടുക. അപ്പോൾ ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.